നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ വേർഡ് വന്ന് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റിൽ PLI വരുന്നതാണ് ഫസ്റ്റത്തെ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രൈസ് ഓർ കൈൻഡ് വേർഡ് എന്നാണ്. അതായത് പ്രശംസയാണ് ആ കോംപ്ലിമെൻറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പ്രശംസ എവിടെ ഉപയോഗിച്ചാലും PLI വരുന്ന കോംപ്ലിമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓർ ഗോസ് വെൽ വിത്ത് എന്നാണ്. അതായത് പൂരകമായത്, ചേർന്ന് പോവുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൽ വരുമ്പോൾ തന്നെ അത് ഓർത്തോണം, ഒരാളിനെയാണ് സൂചിപ്പിക്കുന്നത്. മെയിൻ പേഴ്സൺ, പ്രധാനപ്പെട്ടത്. അതായത് നമ്മുടെ സ്കൂൾ കോളേജുകളിൽ കാണുന്ന പ്രിൻസിപ്പലിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾ വരുമ്പോൾ എന്താണ്? എ സെറ്റ് ഓഫ് റൂൾസ് ഓർ മോറൽ ബിലീഫ്സ് എന്നാണ്. അതായത് സിദ്ധാന്തങ്ങളെയും നിയമങ്ങളെയാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് ലൂസാണ്. ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടൈറ്റ് ഓർ ഫ്രീ എന്നാണ്. ലൂസായ, ഇളക്കമുള്ള, ഞെരുക്കമില്ലാത്ത എന്നൊക്കെയാണ് ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ആ വേർഡ് തിരിച്ചറിയുന്ന DOO കാണും, LOOSE ആണ്. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത് ലോസ് ആണ്. ടു മിസ്പ്ലേസ് ഓർ നോട്ട് വിൻ എന്നാണ്. അതായത് എന്താണ്? നമുക്ക് എന്തെങ്കിലും നഷ്ടം വരിക, നഷ്ടം സംഭവിക്കുക, നമ്മൾ പരാജയപ്പെടുക, അതൊക്കെയാണ് ലോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേഷനറി, NARY, നറി, സ്റ്റേഷനറി. അതായത് എന്താണ്? നോട്ട് മൂവിങ് എന്നാണ്, നിശ്ചലമായ എന്നാണ് ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ആകുമ്പോഴോ NERY, സ്റ്റേഷനറി, അത് എന്താണ്? നമ്മൾ എഴുതുന്ന പേന, പെൻസില്, അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേർഡ് ഓൾ ടുഗദർ എന്ന് ഒറ്റ വേർഡായിട്ട് അങ്ങ് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ടോട്ടലി എന്നാണ്. പൂർണ്ണമായും, മുഴുവനായും എന്നൊക്കെയാണ് ആ വേർഡിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഓൾ ടുഗദർ രണ്ട് വേർഡായിട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എവരി വൺ ഓർ എവരിത്തിങ് ഇൻ വൺ പ്ലേസ്, അതായത് എല്ലാവരും ഒരേ സ്ഥലത്ത് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ.